തന്നെ മറ്റാളുകളൊക്കെ വലിയ തോതിൽ ആളുകൾ നാളെ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത, മറ്റ് പലയിടങ്ങളിലുള്ള വായനക്കാരൊക്കെ എത്തുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും നാളത്തെ ക്രമീകരണങ്ങളൊക്കെ? അതിനു മുൻപ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അതിലേക്ക് വരാമെന്നാണ് തോന്നുന്നത്. കാരണം അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത് ശ്രീകുമാർ മേനോനായിരുന്നു. അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്ന ഒരു മാനസികാവസ്ഥ തന്നെ അത് കണ്ടപ്പോൾ തന്നെ നമുക്കത് വളരെയേറെ വിലപ്പെട്ട ഒന്നായി തോന്നി. കാരണം എത്രമാത്രം സംതൃപ്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് പറയുന്ന ഫിലോസഫിക്കലി പറയുമ്പോഴും ഏതൊരാളിലും പൂർത്തീകരിക്കപ്പെടാത്ത പോകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നത് MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു പൂർത്തീകരിക്കാത്ത ഒരു കാര്യമാണ് ഈ രണ്ടാം ഊഴം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും സിനിമയാക്കാൻ കഴിയാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഈ കോടതിയിലൂടെ ഈ കേസുകളിലൂടെ എല്ലാം തന്നെ വന്ന് തിരിച്ചു കൊടുത്ത സ്ക്രിപ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് അല്പം മുൻപ് ശ്രീകുമാർ മേനോൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സിനിമ തനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതിൽ, ആ സിനിമ പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. ഒരുപക്ഷെ എന്നേക്കാളും കൂടുതൽ ദുഃഖം MTക്കായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഒരു പടി കൂടി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിൽ താങ്കൾക്ക് നിരാശയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിൽ നിരാശയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ സംഭാഷണം അവസാനിക്കുന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ MT എന്ന് പറഞ്ഞ മനുഷ്യൻ എത്രമാത്രം മഹാനാണ് എന്ന് തോന്നുന്നത്. കാരണം ആ സ്ക്രിപ്റ്റ് ഈ കോടതികൾക്ക് കയറി ഇറങ്ങി കേസുകളൊക്കെ ആയി അതിനുശേഷം ആ സ്ക്രിപ്റ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇതേ സിതാരയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, ശ്രീകുമാർ മേനോൻ വന്നിരിക്കുന്നത് എന്നും അത് തിരിച്ചു കൊടുത്തപ്പോൾ ഇരു കൈകൾ കൊണ്ട് തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിൽ. പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അത്തരത്തിലുള്ള ഒരു വികാരങ്ങളുമില്ലാതെ അങ്ങേയറ്റം സ്നേഹം, എളിമ ഒരു പുതിയ തലമുറയിലുള്ള ഒരു മനുഷ്യനോട് കാണിക്കുന്ന, അതില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ളൊരു തലമുറയിൽ ഒരു കലാകാരനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും വാത്സല്യവും കാണിച്ച ഒരു മഹാനായ വ്യക്തി കൂടിയാണ് MT വാസുദേവൻ നായർ എന്ന് അല്പസമയം മുൻപ് ശ്രീകുമാർ മേനോൻ സാക്ഷ്യപ്പെടുന്നു. കാരണം അത് സിനിമയാക്കുക എന്നുള്ളത് MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഭീമസേനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ മോഹൻലാൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നതുൾപ്പെടെ അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായും പൂർത്തിയാകുന്നു. അതിനുശേഷം അതിന് നിർമ്മാതാവിനെ കണ്ടെത്തുന്നു. അത് സിനിമയാകുന്ന വിവരം മിഡിൽ ഈസ്റ്റിൽ വെച്ചൊരു വാർത്താ സമ്മേളനത്തിൽ ഇവരെല്ലാം ചേർന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞിട്ടും രണ്ടാം ഊഴം എന്തുകൊണ്ടോ സിനിമയായില്ല. ശ്രീകുമാർ മേനോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അതിൻ്റെ വിധി അങ്ങനെയായിരിക്കാം എന്നാണ്. പക്ഷേ വിധിയും അത്തരത്തിലുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ MT വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ഒരു കാര്യം ആ സിനിമയായിരിക്കും. 1000 കോടി മുതൽ മുടക്കിൽ ചെയ്യാൻ വേണ്ടി, അത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ക്ലാസിക് സിനിമകളുടെ പട്ടികയിലേക്ക് ഒരുപക്ഷെ രണ്ടാം ഊഴം എന്ന് പറയുന്ന സിനിമ വരുമായിരുന്നു. അതിന് കണക്കായ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിരുന്നു. ആ പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റ് ശ്രീകുമാർ മേനോൻ്റെ കയ്യിൽ എത്രയോ കാലങ്ങൾ ഉണ്ടായിരുന്നു, വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അത് വെച്ച് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു എന്നും പറയുന്നു. അപ്പോഴാണ് നമ്മൾക്കത് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞപ്പോൾ ഭീമസേനനെ എങ്ങനെയാണ് മോഹൻലാൽ ഉൾക്കൊള്ളാൻ പോയത്, എങ്ങനെയാണ് ഭീമസേനനെ മോഹൻലാൽ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭീമസേനൻ്റെ ആകാരത്തിലോ രൂപത്തിലോ അല്ല, ആ ആകാരത്തിനും രൂപത്തിനും ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആന്തരികമായ അത്രയും വലിയ ചൈതന്യം കൂടി ആ ഭീമസേനുണ്ടായിരുന്നു. മന്ദ എന്ന വിളി ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു സ്വപ്നം ബാക്കിയാക്കിയാണ് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായർ ഈ ലോകത്ത് നിന്നും വിട പറയുന്നത്. ആ ദുഃഖം ഒരുപക്ഷെ MT വാസുദേവൻ നായരുടെ ദുഃഖം കൂടി ഉൾക്കൊണ്ട ഒരു മുഖമാണ് അല്പസമയം മുൻപ് നമുക്ക് ശ്രീകുമാർ മേനോൻ്റെ മുഖത്ത് നിന്നും കാണാനായത്. അദ്ദേഹം ഇപ്പോഴും ഈ വീട്ടിന് പുറത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ട്, പോയിട്ടില്ല. സ്വാഭാവികമായും നമുക്ക് തോന്നുക എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ സിതാരയിൽ ഈ വീട്ടിൽ വന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്, എത്രമാത്രം വിഷമമുണ്ടായ ഒരു കാര്യമാണ് MTയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, പോകുമ്പോൾ സ്ക്രിപ്റ്റ് തിരികെ കൊടുത്തു പോകുമ്പോൾ ഇരു കൈകളും എൻ്റെ മൂർധാവിൽ വെച്ച് തന്നെ അനുഗ്രഹിച്ചാണ് വിട്ടത് എന്ന്. അപ്പോൾ അവിടെ നമുക്ക് അളക്കാൻ കഴിയാത്ത അത്രയും വലിയ ഉയരത്തിലാണ് MT വാസുദേവൻ നായർ എന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകളെന്നും അദ്ദേഹത്തിൻ്റെ ധാരണകൾ എന്നുമാണ്. ഒരുപക്ഷെ എന്നേക്കുമായി ശ്രീകുമാർ മേനോനോട് പകയോ വെറുപ്പോ തോന്നിയേക്കാവുന്ന സ്വാഭാവികമായ
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പോലും ഒരാൾ കുറ്റം പറയില്ല. കാരണം അത്രമാത്രം വലിയ ഒരു സ്വപ്നമാണ് അദ്ദേഹം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പാതി വഴിയിലായി പോവുകയും ചെയ്തത്. ഈ ശ്രീകുമാർ മേനോൻ തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ തൻ്റെ കയ്യിലല്ല ഇത് ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ അത് സിനിമയായിട്ടുണ്ടാകുമായിരുന്നു എന്ന്. അതൊരു സങ്കല്പം മാത്രമാണ്, അല്ലെങ്കിൽ സാങ്കല്പികമായാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു പോകുന്നത് ഒരു മലയാളിയുടെ സ്വാർത്ഥതയാണ്. ഒരു എം ടി വാസുദേവൻ നായരുടെ കൃതികളെയും അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അറിയുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ചോദ്യം പോലും ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു സ്ക്രിപ്റ്റിനേക്കാളും വലിയ വലിപ്പം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് പിന്നെ പ്രേരണയായത് ശ്രീകുമാർ മേനോൻ്റെ പിതാവ് കൂടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. അത്തരത്തിലൊരു വാത്സല്യം, രണ്ട് തലമുറകൾക്കിടയിലൂടെ ആഴത്തിൽ പരന്നൊഴുകിയ ഒരു വാത്സല്യം കൂടി അദ്ദേഹം പ്രകടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കാൻ ചെല്ലും തോറും കൂടുതൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ചെല്ലും തോറും കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന ഒരു നിധി പോലെ ഇപ്പോഴും ഈ എം ടി വാസുദേവൻ നായർ നമ്മൾക്ക് മുന്നിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നാളത്തെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് 4 മണി വരെ ഈ സിതാരയിലും അതിനുശേഷം 5 മണിയോടുകൂടി മാവൂർ റോഡ് പൊതുശ്മശാനത്തിലും ആയിരിക്കും എന്നാണ്. അവിടെ സംസ്കാരം നടത്തുമെന്നാണ്. ഒരുപക്ഷെ രാവിലെ മുതൽ തന്നെ ആൾക്കാർ വരും. ഒരുപക്ഷെ അതിനേക്കാൾ ആൾക്കാർ കൂടുകയാണെങ്കിൽ ഈ സമയക്രമങ്ങളൊക്കെ തന്നെ തെറ്റാം. പക്ഷേ ഇവിടെ വരുന്ന ഒരാളെ പോലും കാണാതെ തിരിച്ചയക്കാൻ ആവില്ല. കാരണം അത്രമാത്രം ഇഴയെടുപ്പത്തോടു കൂടി വരുന്നവരായിരിക്കും സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവുക. ഏതെങ്കിലും ഒരാളെ ഒരു ടൗൺ ഹാളിലോ മറ്റോ നടത്തിയ ഒരു പൊതുദർശനത്തിൽ ഒരു നോക്ക് കണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് ഒരു ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധം സ്വാഭാവികമായും എം ടി വാസുദേവൻ നായരും ഈ കാണാൻ വരുന്ന ഓരോ ആളും തമ്മിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.